ഇപ്പം നിങ്ങൾ ഈ വായിക്കുന്ന പല കാര്യങ്ങളിലും യേശുക്രിസ്തു പറഞ്ഞതാണെന്ന് എന്താണ് ഉറപ്പ്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനും മനസ്സിലാകും മത്തായിയുടെ സുവിശേഷം മാത്രമല്ല ഏതൊരു ബുക്കും ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തികളെ അല്ല എഴുതിയിരിക്കുന്നതെന്ന്. ഇതെല്ലാം ഞാൻ പറയുന്നത് ബൈബിൾ സ്കോളർമാർ പഠിച്ചതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ്, എൻ്റെ ഒപ്പീനിയൻ അല്ല. ബോഷ്ക്ക് പറയുന്നവരെ ഒന്നും സ്വർഗത്തിൽ കയറ്റില്ല എന്നാണ് എൻ്റെ ഒരറിവ്. ഇനിയും യേശുക്രിസ്തുവിന് വേണ്ടി ഇങ്ങനെ ബോഷ്ക്ക് പറയുമ്പോൾ എന്തെങ്കിലും ലാറ്ററൽ എൻട്രി സിസ്റ്റം ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കൊടിത്തോട്ടത്തിനോടും അങ്ങേരെ പോലെയുള്ള ഇതുപോലെയുള്ള ഉടായിപ്പുകൾ അറിഞ്ഞിട്ടും സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിരിക്കുകയും ഇതേപോലെയുള്ള കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരോട് എനിക്കൊരു കാര്യമാണ് പറയാനുള്ളത്. അത് എനിക്ക് പറയാനുള്ളതല്ല, ബൈബിളിന് പറയാനുള്ളതാണ്. ബൈബിളിലെ എന്തെങ്കിലും ന്യൂനതകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ, അതിൽ പ്രത്യേകിച്ചും പെന്തക്കോസ്തുകാർ എടുത്തു പറയുന്ന ഒരു ഉടായിപ്പ് ന്യായമാണ് ട്രാൻസ്ലേഷണൽ മിസ്റ്റേക്ക്. ബൈബിൾ പരിഭാഷപ്പെടുത്തിയപ്പോൾ വന്നുകൂടിയ ഒരു മിസ്റ്റേക്കാണ് ഈ സാധനം. യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെയല്ല മീൻ ചെയ്തിരിക്കുന്നത്, യഥാർത്ഥത്തിലെ മീനിങ് വേറൊരു മീനിങ് ആണ് എന്ന രീതിയിൽ ഉടായിപ്പുകൾ ഇറക്കാറുണ്ട്. ഈ ഒരു ഉടായിപ്പിൻ്റെ യഥാർത്ഥ രൂപം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു തരാം. അതിനായിട്ട് നമുക്കൊരു വീഡിയോ കാണാം. എല്ലാ സുവിശേഷങ്ങളും തുടങ്ങുന്നത് അക്കോർഡിംഗ് ടു എന്ന് പറഞ്ഞാണ്. മലയാളത്തിൽ വരുമ്പോൾ തരികടയാണ്. മലയാളത്തിൽ മത്തായി എഴുതിയ സുവിശേഷം, പക്ഷേ ഇംഗ്ലീഷ് പറയുന്നത് ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു എന്നാണ്. എന്ന് പറഞ്ഞാൽ മാത്യുവിനെ സംബന്ധിക്കുന്ന, മാത്യു കേട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു, അല്ല മാത്യു നേരിട്ട് കണ്ട കാര്യങ്ങളല്ല. യേശുക്രിസ്തു ചരിത്ര പുരുഷനോ എന്നുള്ള ഒരു ഡിബേറ്റിൽ യുക്തിവാദിയായ അഡ്വക്കേറ്റ് രാജഗോപാൽ ഉന്നയിച്ചിരിക്കുന്ന വളരെ പ്രസക്തമായിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണിത്. മലയാളത്തിലേക്ക് വന്നപ്പോൾ കാണിച്ച ഉടായിപ്പെന്ന് പറഞ്ഞപ്പോൾ കൊടിത്തോട്ടത്തിൻ്റെ മുഖത്ത് ഉണ്ടായിരിക്കുന്ന ആ ഒരു പുഞ്ചിരിയിൽ നിന്ന് തന്നെ മനസ്സിലാകാം എത്രത്തോളം വസ്തുതാപരമാണ് പുള്ളി ഉന്നയിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം. എങ്കിലും ഞാൻ മുൻപിലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, PhD ഇൻ മെഴുകോളജി എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അനിൽ കൊടിത്തോട്ടം. ഇതിനെ എങ്ങനെ മെഴുകി ന്യായീകരിക്കുന്നു എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. സാർ പറഞ്ഞ വിഷയത്തിലെ പ്രമാദമായ 1-2 പ്രശ്നങ്ങൾ കൂടി പറയാം. ഈ സുവിശേഷങ്ങളിൽ എഴുതിയ ആളുകൾ യേശുവിൻ്റെ നേർസാക്ഷിയല്ല എന്നത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം യേശുവിൻ്റെ ഡിസൈപ്പിളാണ് മാത്യു എന്ന് പറയുന്നത്. അടുത്തത് വലിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് ഈ ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു എന്നുള്ള ഇംഗ്ലീഷിലാണ്. ആദ്യം മനസ്സിലാക്കുക, ഇംഗ്ലീഷ് അല്ല അതിൻ്റെ മൂലഭാഷ. കാറ്റാമത്തായിയോൺ എന്നാണ് പറയുക, കാറ്റാമത്തായിയോൺ. അപ്പോൾ ഈ കാറ്റാമത്തായിയോണിൻ്റെ അർത്ഥം ഒരിക്കലും അക്കോർഡിംഗ് ടു മാത്യു എന്നല്ല. കാരണം ചില ഭാഷകൾ നമുക്ക് ആസ് ഇറ്റ് ഈസ് മാറ്റാൻ കഴിയില്ല. സാറ് പറഞ്ഞ മലയാളികൾ കാണിച്ച തന്ത്രമാണ് മത്തായി എഴുതിയ സുവിശേഷം അല്ല. എന്തായാലും 2 കാര്യങ്ങളാണ് പുള്ളിയോട് പറഞ്ഞിരിക്കുന്നത്. സുവിശേഷം എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ അനുയായികളല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ മത്തായിയാണ് മത്തായിയുടെ സുവിശേഷം എഴുതിയിരിക്കുന്നതെന്ന് തട്ടിവിട്ടിട്ടുണ്ട്. രണ്ടാമത് പറയുന്നത് ഗ്രീക്കിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്കാണ്. നമുക്ക് ലിറ്ററലി ലാംഗ്വേജുകളെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇവരുടെ മെയിൻ ഒരു ഉടായിപ്പാണ്. പണ്ടൊക്കെ ഇവരെപ്പോഴും പറയുന്നത് ഇത് ഇംഗ്ലീഷിൽ ഇങ്ങനെയല്ല, ഇംഗ്ലീഷിൽ മറ്റു രീതിയിലാണ് എഴുതിയിരിക്കുന്നത്, അതിൽ ഇങ്ങനെയാണ് അർത്ഥമെന്ന്. കാരണം ആ കാലത്ത് ആളുകൾക്ക് ഇംഗ്ലീഷ് സാക്ഷരത വളരെ കുറവായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷ് ബൈബിൾ ആക്സസ് ചെയ്യുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. മലയാളം ബൈബിൾ തന്നെ ചുരുക്കം പേരിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇംഗ്ലീഷ് ബൈബിൾ ആര് തപ്പി പോകാനാണ്? അപ്പം ആൾക്കാർ കേട്ട് മിണ്ടാതിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിനുശേഷം ഇംഗ്ലീഷ് ബൈബിൾ പോപ്പുലർ ആകുകയും ഇംഗ്ലീഷ് സാക്ഷരത വളരെ വലിയ അളവിൽ കൂടുകയും ചെയ്തപ്പോൾ ഈ പരിപാടി നിന്നു പോകാതെ വന്നു. അപ്പോൾ ആ സമയം തൊട്ട് പുതിയൊരു ഉടായ്പിലേക്ക് ചാടിയിരിക്കുകയാണ് നമ്മുടെ പാസ്റ്റർമാരെല്ലാം കൂടെ. ഇത് ഗ്രീക്കിൽ ഇങ്ങനെയല്ല, ഗ്രീക്കിൽ ഇതിൻ്റെ അർത്ഥം ഇതല്ല, ഗ്രീക്ക് ഭാഷയ്ക്ക് കുറേ വൈവിധ്യങ്ങളുണ്ട്, അതിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. എന്തായാലും ഇംഗ്ലീഷ് പോലെ അത്ര എളുപ്പം ഗ്രീക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു കാലയളവ് വരെ ഈ സാധനം നിലനിന്ന് പോയിരുന്നു. ഇന്റർനെറ്റും ടെക്നോളജിയൊക്കെ വികസിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പോലും പല കാര്യങ്ങളും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിറ്ററൽ മീനിങ്ങിൽ നമുക്ക് കിട്ടാറില്ല. പക്ഷേ ഇപ്പോൾ താങ്ക്സ് ടു ടെക്നോളജിയൊക്കെ ഇത്രയും വളർന്ന് AI ഒക്കെ ഇത്രയും പോപ്പുലറായി നിൽക്കുന്ന സമയത്ത് ഏതൊരു ലാംഗ്വേജിനെയും ഏതൊരു ഫ്രേസിനെയും കൊടുത്താൽ പോലും അതിൻ്റെ ലിറ്ററൽ മീനിങ്ങിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പോൾ ഈ അക്കോർഡിംഗ് ടു മാത്യു എങ്ങനെയാണ് വന്നത്, അത് ഗ്രീക്കിൽ എന്താണ് അതിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് നമ്മുടെ സർവശക്തനായ ChatGPT ചോദിച്ചപ്പോൾ ChatGPT അരുളി ചെയ്യുകയുണ്ടായി. ഇൻ ദ ബൈബിൾ ദ ഫ്രേസ് അക്കോർഡിംഗ് ടു മാത്യു കംസ് ഫ്രം ദ ഗ്രീക്ക് കാറ്റാമത്തായിയോൺ. അപ്പോൾ കാറ്റാമത്തായിയോൺ എന്ന് പുള്ളി പറഞ്ഞിരിക്കുന്നത് ശരിയാണ്, ഗ്രീക്ക് പഠിച്ച വ്യക്തിയാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഗ്രീക്കിൻ്റെ ട്രാൻസ്ലേഷൻ അതെങ്ങനെ വായിക്കും എന്നുള്ളതും അതിൻ്റെ മീനിങ്ങും ChatGPT നമുക്ക് ഇങ്ങനെ വ്യക്തമായി എടുത്തെടുത്ത് ഒരു ടാബുലർ ഫോർമാറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കാറ്റ എന്ന് പറയുമ്പോൾ കാറ്റാൻ തന്നെയാണ് വായിക്കുന്നത്. അതിൻ്റെ മീനിങ് പല സെൻസിൽ വരുമ്പോഴത്തേന് അക്കോർഡിംഗ് ടു എന്ന് പറയാം, ഇൻ ദ അക്കൗണ്ട് ഓഫ്, ഓർ ഇൻ ദ പെർസ്പെക്റ്റീവ് ഓഫ്. ഇതൊക്കെയാണ് അതിൻ്റെ ലിറ്ററൽ മീനിങ്ങുകൾ വരുന്നത്. പിന്നെ മത്തായിയോൺ എന്ന് പറയുന്നത് അത് ആരുടെ പേരാണോ അത്. അപ്പോൾ ChatGPT പറയാണ്, സോ കാറ്റ മത്തായിയോൺ ലിറ്ററലി മീൻസ് അക്കോർഡിംഗ് ടു മാത്യു.
അപ്പോൾ ഒന്നാമത്തെ ഉടായ്പ ഇവിടെ പൊളിഞ്ഞിരിക്കുകയാണ്. അക്കോർഡിംഗ് ടു മാത്യു എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഗ്രീക്കിലും അക്കോർഡിംഗ് ടു മാത്യു എന്ന് തന്നെയാണ്. ഇനിയും പുള്ളി ആദ്യം ഉന്നയിച്ചിരിക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് പോകാം. പുള്ളി പറഞ്ഞിരിക്കുന്നത്, ഈ അഡ്വക്കേറ്റ് രാജഗോപാൽ പറയുന്നത് തെറ്റാണ്. യേശുക്രിസ്തുവിൻ്റെ അനുയായിയായ മത്തായി, നേർസാക്ഷിയായ മത്തായി എഴുതിയിരിക്കുന്നതാണ് മത്തായിയുടെ സുവിശേഷം എന്നാണ്. അപ്പോൾ അത് സത്യമാണോ കള്ളമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മത്തായി അല്ല മത്തായിയുടെ സുവിശേഷം എഴുതിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മർക്കോസിൻ്റെ സുവിശേഷവുമായിട്ടുള്ള 90% സാമ്യത. വേർഡ് ടു വേർഡ് സിമിലാരിറ്റീസ് ആണ് മർക്കോസിൻ്റെ സുവിശേഷവുമായി മത്തായിയുടെ സുവിശേഷത്തിനുള്ളത്. ഇതെങ്ങനെ സംഭവിച്ചു? മർക്കോസ് എന്ന് പറയുമ്പോഴത്തേന് യേശുക്രിസ്തുവിൻ്റെ അനുയായിയല്ല, യേശുക്രിസ്തുവിനെ നേരിട്ട് പോലും കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ് മർക്കോസ്. ആ മർക്കോസ് ആണ് ആദ്യമായി സുവിശേഷം എഴുതിയിരിക്കുന്നത്. അത് എഴുതിയിരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു മരിച്ചതിന് 35 മുതൽ 45 വർഷങ്ങൾക്ക് ശേഷം. അത് ഒന്നാമത്തെ ഒരു റീസണാണ്, ഇത് ഉടായിപ്പാണ് എന്ന് മനസ്സിലാക്കാനായിട്ട്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മത്തായിയുടെ സുവിശേഷം എഴുതിയിരിക്കുന്ന ഗ്രീക്ക് ലാംഗ്വേജ് ആണ്, പോളിഷ്ഡ് ഗ്രീക്ക് ലാംഗ്വേജിലാണ് മത്തായിയുടെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. മത്തായി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗലീലയിൽ ജീവിച്ചിരുന്ന അരാമിക് ഭാഷ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ചുങ്കപ്പിരിവുകാരൻ. പുള്ളിക്ക് ഗ്രീക്ക് അറിയാമായിരുന്നു എന്ന് തന്നെ നമുക്കെടുക്കാം. ഇപ്പോൾ ഒരു ചുങ്കപ്പിരിവുകാരനാണ്, അപ്പോൾ പുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു അതോറിറ്റീസുമായിട്ടാകുമ്പോൾ മേ ബി ഗ്രീക്കിൻ്റെ കുറച്ച് അറിയാമായിരുന്നിരിക്കാം എന്ന് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം. പുള്ളിക്ക് അറിയാമെന്ന് തന്നെ വെച്ചോട്ടെ. അതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, മലയാളമാണ് നമ്മുടെ മാതൃഭാഷ. അതുമാത്രമല്ലാതെ മറ്റനേകം ഭാഷകൾ നമ്മൾ സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, ഹിന്ദി പഠിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക ആൾക്കാർക്ക് ഹിന്ദി വായിക്കാനും എഴുതാനും അറിയായിരിക്കും, അല്പസ്വല്പം സംസാരിക്കാനും അറിയായിരിക്കും. ഇങ്ങനെ ഒരു വ്യക്തിയോട് നിങ്ങൾ ഹിന്ദിയിൽ ഒരു കവിതയോ കഥയോ എഴുതൂ എന്ന് പറഞ്ഞാൽ അത് എഴുതി കൊടുത്തതിന് ശേഷം ഒരു ഹിന്ദി സംസാരിക്കുന്ന നാട്ടിൽ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അവർ അന്നേരം തന്നെ പറയും, ഇത് ഏത് മരമണ്ടനാണ് ഇത് എഴുതിയിരിക്കുന്നത്, എന്ത് ഹിന്ദിയാണ് എഴുതിയിരിക്കുന്നത്, ഒരു കഥ എഴുതുമ്പോൾ അതിൽ എഴുതേണ്ട ലാംഗ്വേജ് ആണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യം വരും. ഇനിയിപ്പോൾ നേറ്റീവ് സ്പീക്കർ ആണെന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു സാഹിത്യത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയും സാധാരണ വ്യക്തി എഴുതുന്ന ഭാഷയും തമ്മിൽ ഇരുട്ടും പകലും പോലെ അന്തരമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മത്തായിക്ക് എങ്ങനെ ഇത്രയും നല്ല പോളിഷ്ഡ് ഗ്രീക്കിൽ എഴുതാൻ സാധിക്കുന്നു? അപ്പോൾ ഇതും വളരെ പ്രസക്തമായിട്ടൊരു കാര്യം തന്നെയാണ്. മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുമ്പോഴത്തേനും മത്തായിയുടെ സുവിശേഷം എടുത്ത് വായിച്ച് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. കംപ്ലീറ്റ്ലി തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. മത്തായി ആണ് ആ ഒരു സാധനം എഴുതിയത് എങ്കിൽ പുള്ളി ഞാൻ കണ്ടത്, ഞങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളല്ലേ ഉപയോഗിക്കേണ്ടത്. അതിന് പകരം മത്തായി എഴുതിയിരിക്കുന്ന ഒരു സാധനം ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. മത്തായി 9:9 യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. മത്തായിയെ തന്നെ മത്തായി എന്നായിരുന്നു അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നതെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഇതൊക്കെ കേട്ടിട്ടാണ് ഇരുന്ന് തെള്ളുന്നത് മത്തായി കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കിയതാണ് ഈ ഒരു സാധനം. പിന്നീട് അടുത്തതായിട്ട് വരുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സോഴ്സസ് ആണ്. ഇതിൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു 90%-ലധികം മർക്കോസിൽ നിന്ന് കോപ്പി അടിച്ചിരിക്കുന്നതാണ്. അതുമാത്രമല്ലാതെ ഈ ഗോസ്പലുകൾ എന്ന് പറയുമ്പോഴത്തേന് ആകെപ്പാടി 4 ഗോസ്പലുകളെ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഒട്ടുമിക്ക ക്രിസ്ത്യാനികളും വിചാരിച്ചിരിക്കുന്നത്. അവർക്ക് ഇതിന് പുറത്തേക്ക് ചിന്തിക്കേണ്ടയോ അറിയേണ്ടയോ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടതോ വായിച്ചു നോക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഗോസ്പലുകൾ എന്ന് പറയുമ്പോഴത്തേന് കൗണ്ട്ലെസ് നമ്പർ ഓഫ് ഗോസ്പലുകളുണ്ട്. ഈ മഗ്ദലന മറിയയ്ക്കൊക്കെ ഗോസ്പൽ ഉണ്ടായിരുന്നു എന്ന് എത്ര പേർക്ക് അറിയാം എന്നെനിക്കറിയില്ല. ഇതൊക്കെ ഡെലിബറേറ്റ്ലി അവോയ്ഡ് ചെയ്തതാണ്. ഒരു സ്ത്രീ എഴുതിയതൊക്കെ ആയതുകൊണ്ട് ഡെലിബറേറ്റ്ലി എടുത്ത് അവോയ്ഡ് ചെയ്ത സാധനങ്ങളാണ് ഈ മഗ്ദലന മറിയയുടെയൊക്കെ ഗോസ്പലുകൾ. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഈ സോഴ്സസിൽ 90%-ൽ കൂടുതൽ മർക്കോസിൻ്റെ ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സോഴ്സ് അറിയാത്തതായിട്ടുള്ള, കൃത്യമായി ആരെഴുതി എന്നറിയാത്തത് കൊണ്ട് സ്കോളർമാർ, ഈ ബൈബിൾ സ്കോളർമാർ, ഇതെല്ലാം ഞാൻ പറയുന്നത് ബൈബിൾ സ്കോളർമാർ പഠിച്ചതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ്, എൻ്റെ ഒപ്പീനിയൻ അല്ല. ഇപ്പോൾ ഈ ബൈബിൾ സ്കോളർമാർ തന്നെ ഈ അറിയാത്ത ഈ മത്തായിയുടെ സുവിശേഷത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള 2 ക്യൂവും എമ്മും എന്ന് പറഞ്ഞാണ്, നമ്മളിപ്പം മാത്സിലൊക്കെ അറിയാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് എക്സും വൈയും എന്ന് പേരിടുമല്ലോ, അതേപോലെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള 2 കാര്യങ്ങൾ ഈ മർക്കോസിന്റെ കൂടെ തന്നെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷമാണ് ആദ്യം എഴുതിയുണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുമാത്രമല്ലാതെ എന്തിന് പുള്ളി അവിടുന്ന് കോപ്പി അടിക്കണം? പുള്ളി നേരിട്ട് കണ്ട് കേട്ടതും പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുള്ളിക്ക് തന്നെ അങ്ങ് എഴുതിയാൽ പോരെ. എന്തിന് അവിടുന്ന് ഇവിടുന്ന് കോപ്പി അടിച്ച് കണ്ടവൻ്റെ ഉത്തരവ് എഴുതാൻ നിൽക്കണം? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനും മനസ്സിലാകും മത്തായിയുടെ സുവിശേഷം മാത്രമല്ല ഏതൊരു ബുക്കും ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തികളെ അല്ല എഴുതിയിരിക്കുന്നതെന്ന്. പിന്നെ ഈ മത്തായിയുടെ സുവിശേഷം ആരെഴുതി എന്നുള്ള ചോദ്യത്തിന് ബൈബിൾ സ്കോളേഴ്സ് തരുന്ന ഉത്തരം ഒരു ജൂയിഷ് ക്രിസ്ത്യൻ എഴുതി ഉണ്ടാക്കിയതാണ് ഈ മത്തായിയുടെ സുവിശേഷം. അത് യേശു ക്രിസ്തു മരിച്ചതിന് 40 മുതൽ 60 വർഷങ്ങൾക്ക് ശേഷം
എഴുതിയുണ്ടാക്കിയ സാധനമാണ് ഈ മത്തായിയുടെ സുവിശേഷം. അപ്പോൾ എന്തായാലും ഇതിവിടെ തീരുന്നില്ല. കുറച്ചുകൂടെ ഇവരുടെ ഉടായ്പകൾ ഞാൻ വളരെ വ്യക്തമായി കൃത്യമായി നിങ്ങളെ കാണിച്ചു തരാം. ഈ വേറൊരു പ്രധാന പ്രശ്നം ഒരുപക്ഷെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണെന്നാണ് തോന്നുന്നത്. ഈ ജാതികൾ എന്നുള്ള ബൈബിളിലെ പരാമർശം ഉണ്ടല്ലോ, ആ പരാമർശവും ശരിക്കും വിമർശനത്തിന് അതിനെക്കുറിച്ച് ഒരു രണ്ട് ജാതികൾ തന്നെ നേഷൻസ് ആണ്, എത്നിക് ഗ്രൂപ്പ് എന്നാണ്. അത് ഒരു ഇംഗ്ലീഷ് ബൈബിളൊക്കെ കേട്ടല്ലോ. ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആര് ചോദിക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും ഏത് ബൈബിൾ റെഫർ ചെയ്യണമെന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ ഒരു ഉടായ്പാണിത്. ഇവർക്ക് പണി കിട്ടുന്ന കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അതിൽ നിന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം കടന്ന് ഉരുളും. ആദ്യം പറയും ഇംഗ്ലീഷിൽ ചെന്ന് നോക്കാൻ പറയും. ഇംഗ്ലീഷിലും പണി കിട്ടിക്കഴിഞ്ഞാൽ പറയും ഗ്രീക്കിൽ നോക്കാൻ. ഗ്രീക്കൊക്കെ പണ്ട് ആർക്കും അറിയാനോ കേൾക്കാനോ പഠിക്കാനോ യാതൊരുവിധ സാധ്യതയില്ലായിരുന്നു. ഇപ്പോൾ ടെക്നോളജിയുടെയൊക്കെ ഒരു അതിപ്രസരണം കാരണം ആ സാധനത്തിനും പിടിച്ചു നിൽക്കാൻ വയ്യാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഞാനും വളരെ ക്യൂരിയസ് ആണ്. ഈ ഒരു സമയത്ത് ഈ ടെക്നോളജി ഇത്രയും വളർന്ന സമയത്ത് ഇനിയും ഇവരെന്ത് ഉടായ്പായിരിക്കും പറഞ്ഞ് ന്യായീകരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് കേൾക്കാനായിട്ട് ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ടിരിക്കുകയാണ്. ഇനി ഇവിടെയും തീരുന്നില്ല, അടുത്തൊരു കാര്യം കൂടെ നമുക്ക് കാണാനായിട്ടുണ്ട്. യേശുവിൻ്റെ ഭാഷ അരാമിക്കാണ്, സംഭാഷണ ഭാഷ അരാമിക്കാണ്. ഈ അരാമിക്ക് ഒരു ഡയലക്റ്റാണ്, പ്രാദേശിക ഭേദ്യമാണ്. അപ്പോൾ ഈ അരാമിക്കിൽ എന്തുകൊണ്ട് എഴുതിയില്ല എന്നൊരു വലിയ ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും പ്രസക്തമായ ചോദ്യമാണ്. അതിന് ഉത്തരം തന്നെ പറയാം. ഈ മാത്രമല്ല ഗ്രീക്കിൽ എഴുതി എന്നുള്ളതാണ്. ഗ്രീക്കിനെ കുറിച്ച് തന്നെ അറിയേണ്ടതുണ്ട്. ഗ്രീക്ക് തന്നെ 3 വിധമായിരുന്നു അന്നത്തെ കാലത്ത്. ഗ്രീക്ക് ക്ലാസിക്കൽ ഗ്രീക്കുണ്ട്, കോൺവെർസേഷണൽ ഗ്രീക്കുണ്ട്, അതുപോലെ തന്നെ വൾഗർ കൊയിനെ എന്ന ഗ്രീക്ക് ഉണ്ട്. മൊത്തത്തിൽ ഗ്രീക്കിനെ കൊയിനെ ഗ്രീക്ക് എന്ന് പറഞ്ഞു വന്നിരുന്നു, കോമൺ ഗ്രീക്ക്. ഗ്രീക്ക് വാസ് ദ ലിംഗ്വ ഫ്രാങ്ക്വ ഓഫ് ദി ഏൻഷ്യന്റ് വേൾഡ്. പൗരാണിക ലോകത്തിൻ്റെ മുഖ്യ സമ്പർക്ക ഭാഷ. ഇന്ന് ഇംഗ്ലീഷിൻ്റെ സ്ഥാനമായിരുന്നു അന്ന് ഗ്രീക്ക്. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്ന ശാസ്ത്രത്തിലുമെല്ലാം ഗ്രീക്ക് വരുന്നത്. പീഡിയാട്രീഷ്യനെ കാണാൻ പോവാ, പൈഡിയ ഇത് വരുന്നു. ഓർത്തോയെ കാണാൻ പോവാണ്. അതുപോലെ ഗൈനക്കോളജി, ഗുനൈ, യേശു വിളിച്ചു ഗുനൈ, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് ഗുനൈ, പാർത്തിനോൺ, ഈ പദങ്ങളൊക്കെ എങ്ങനെയാണ് വന്നത്? നെഫ്രോൺ, ഈ പദങ്ങളെല്ലാം തന്നെ ഗ്രീക്കാണ്. ഗ്രീക്ക് ഭാഷ അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ ലോകാധിനിവേശത്തോടെ ലോകം മുഴുവൻ സ്പ്രെഡായപ്പോൾ ഗോസ്പൽ ലോകത്തെല്ലായിടത്തും ചെല്ലാൻ ഏറ്റവും നല്ല മീഡിയ ഗ്രീക്കാണെന്ന് കണ്ടു. കാരണം ഗ്രീക്ക് അറിയാത്തവരില്ല. ഈ തർക്കശാസ്ത്രം എന്തിനാണ് പഠിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ ഒരു സാധനം കേട്ട് കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ആ ഒരു ചോദ്യത്തിന് ഡയറക്റ്റായിട്ടൊരു ഉത്തരം കൊടുക്കാതെ അതിൽ കുറേ വാക്കുകൾ കൊണ്ട് അമ്മാനമാടി നമുക്ക് ആവശ്യമില്ലാത്ത ആ ഒരു ചോദ്യത്തിന് ആവശ്യമില്ലാത്ത കുറേ ഇൻഫർമേഷൻസ് ഒക്കെ ഇട്ട് അതിനെ ഊതിപ്പെരിപ്പിച്ച് ഇങ്ങനെ ഈ ആൾക്കാർ കണ്ടിരിക്കുന്നവർക്ക് ഒരു ഇമ്പം തോന്നുന്ന രീതിയിൽ കാര്യങ്ങളെ ഇങ്ങനെ വളച്ചൊടിച്ച് വിട്ട്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഗ്രീക്ക് എത്ര തരത്തിലുണ്ടെന്നൊക്കെ പറയുന്നതിൻ്റെ ആവശ്യം എന്താണ്? ഗ്രീക്ക് എന്തുകൊണ്ട് ഗ്രീക്കിൽ എഴുതിയെന്ന് പറഞ്ഞാൽ അന്നത്തെ ഇൻ്റർനാഷണൽ ലാംഗ്വേജ് അതായിരുന്നു. ഒത്തിരി ആൾക്കാരെടുക്കെ ചെല്ലണം. ഇത്രയും പറഞ്ഞ് നിർത്താനുള്ളതിന് പകരം ഗ്രീക്ക് ഇത്രത്തോളം ഉണ്ട്, ഗ്രീക്കിലെ ഇന്ന പദങ്ങളാണ് ഇന്നത്തെ ഇതിൽ ഉപയോഗിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന കുറേ ഡയലോഗ് അടിച്ചു കഴിയുമ്പോഴത്തേന് യഥാർത്ഥ ക്വസ്റ്റ്യൻ ആൾക്കാരുടെ തലേന്ന് അങ്ങ് പോകും. ഇവർ ഈ ഒരു ഇൻഫർമേഷൻ്റെ അതിപ്രസരത്തിൽ അതിലിങ്ങനെ അമ്മാനമാടി നടക്കും ഈ കേൾക്കുന്ന കേൾവിക്കാർ. അപ്പം നമുക്ക് ഏതായാലും അത് പറ്റത്തില്ല. നമുക്ക് ചോദിച്ച ചോദ്യത്തിനുള്ള ഇൻഫർമേഷൻ അതിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോലെ യുക്തിപരമായി ചിന്തിക്കുന്ന ബോധമുള്ള ആൾക്കാരുടെ ഒരു രീതി എന്ന് പറയുന്നത്. യേശുവിൻ്റെ സംസാര ഭാഷ ആരാമിക്കാന്ന് കൊടിത്തോട്ടം തന്നെ ഇവിടെ അറ്റസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരു പ്രധാന പ്രശ്നം വരുന്നുണ്ട്. ഇവർ തന്നെ പറയാറുണ്ട് ഒരു ലാംഗ്വേജിനെ ലിറ്ററലി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുവെക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇവിടെ ഇവർ ഇംപ്ലൈ ചെയ്യാത്ത എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ ഈ ഒരു അരാമിക് ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഡയലോഗുകളും കാര്യങ്ങളും അതേപടി ഇവർക്ക് എങ്ങനെ ഗ്രീക്കിലേക്ക് തർജ്ജിമ ചെയ്യാൻ പറ്റും? ഇപ്പം നിങ്ങൾ ഈ വായിക്കുന്ന പല കാര്യങ്ങളിലും യേശുക്രിസ്തു പറഞ്ഞതാണെന്ന് എന്താണ് ഉറപ്പ്? പുള്ളി ചിലപ്പോൾ ലിറ്ററലി വേറൊരു കാര്യത്തെക്കുറിച്ചായിരിക്കും സംസാരിച്ചത്. അത് ഒരു ട്രാൻസ്ലേഷണൽ മിസ്റ്റേക്കിൽ ഇങ്ങനെ ഒരു പിഴവുണ്ടായി. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറയുകയാണ്, ഇത്രയും നൂറ്റാണ്ടിന് ശേഷം ഭാഷയും കാര്യങ്ങളും എല്ലാം ഇത്രയും പുരോഗമിച്ചതിന് ശേഷം നമ്മൾ മറ്റൊരു ഭാഷയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇപ്പോൾ ഈ മലയാളത്തിലൂടെ ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ അതേപോലെ ട്രാൻസ്ലേഷനിൽ ഇററുകൾ വരുന്നുണ്ടെങ്കിൽ അന്തക്കാലത്ത് എത്രത്തോളം പിഴവുകൾ ഉണ്ടായിരുന്നിരിക്കാം. ഇതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഈ മർക്കോസിൻ്റെ സുവിശേഷമാണ് ഏറ്റവും ആദ്യമായിട്ട് എഴുതപ്പെട്ട സുവിശേഷം. അത് തന്നെ യേശുക്രിസ്തു മരിച്ചതിന് 35 മുതൽ 45 വർഷങ്ങൾക്ക് ശേഷം എഴുതിയത്. ഞാൻ ഈ വീഡിയോയിൽ ഒരു 30 സെക്കൻഡ്, അത് എവിടത്തെ ഒരു 30 സെക്കൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ആ ഒരു 30 സെക്കൻഡ് നിങ്ങൾ കണ്ടതിന് ശേഷം ആ വാക്കുകൾ ഒരു വള്ളി പുള്ളി തെറ്റാതെ അതേപോലെ ആ ഒരു 30 സെക്കൻഡിന് ശേഷം, ഞാൻ ഒരു 15 മിനിറ്റിന് ശേഷം പോലും എന്ന് ഞാൻ പറയുന്നില്ല, ആ ഒരു 30 സെക്കൻഡ് നിങ്ങൾ കണ്ടതിന് ശേഷം അതേപോലെ ഒരു വാക്ക് വിടാതെ നിങ്ങൾക്ക് അതേപോലെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കത്തില്ല. അപ്പോൾ ജസ്റ്റ് കോമൺ സെൻസ് കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ യേശുക്രിസ്തു ജീവിച്ചിരുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ അന്ന് പറഞ്ഞത് അതേപടി 35 മുതൽ 45 വർഷങ്ങൾക്ക് ശേഷം ആ കേട്ട വ്യക്തി പോലും അല്ല എഴുതുന്നത്, ആരോ ആണ് എഴുതുന്നത്. അത്രയും വർഷങ്ങൾക്ക് ശേഷം, കാലഘട്ടങ്ങൾക്ക് ശേഷം ഓർത്തിരുന്ന് അതേപോലെ എഴുതണമെങ്കിൽ എത്രത്തോളം സാധ്യമാണ്?
ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണത്. യാതൊരുവിധ സംശയമില്ല. ആ ഒരു സംഭവം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. നിങ്ങളോട് ഞാനിപ്പോൾ ചോദിക്കുകയാണ്, ഇപ്പോൾ 1 വർഷം 5 വർഷം 10 വർഷം പോലും ഞാൻ ചോദിക്കുന്നില്ല, കഴിഞ്ഞ മാസം ഇന്ന തീയതിയിൽ ഈ ഒരു ഡേറ്റിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു, നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ നിങ്ങൾ സംസാരിച്ചത് എന്താണ്, കൃത്യമായിട്ട് ഡയലോഗ് ബൈ ഡയലോഗ് എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞാൽ എത്ര പേര് പറയും? ഹിസ്റ്റോറിക്കലി സിസ്റ്റമാറ്റിക്കായിട്ടൊരു സ്റ്റഡി നടത്തി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു സാധനം റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. ഈ കൊടിത്തോട്ടത്തിനെ പോലുള്ള ആൾക്കാർക്കൊക്കെ കൃത്യമായിട്ടും അറിയാം ഇത് എത്രത്തോളം അപാകതകളുണ്ട്, ഇത് എത്രത്തോളം ഉടായ്പാണ്, ഇത് എത്രത്തോളം മണ്ടത്തരമാണെന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അവരുടെ ഒരു ഉപജീവന മാർഗം ഇതായിപ്പോയി. അതുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ ജീവിച്ചു പോവുക എന്നുള്ളതേ ഉള്ളൂ. ബാക്കി ആൾക്കാരെയും പറ്റിച്ച് ജീവിച്ചാലേ അവരുടെ 10% മാസം നമുക്ക് ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ട്രാൻസ്ലേഷണൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇവരുടെ ഒരു മുട്ടാത്താപ്പ് ന്യായം മാത്രമാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള യുക്തിയോടെ ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. എന്തായാലും കൊടിത്തോട്ടത്തിനോടും അങ്ങേരെ പോലെയുള്ള ഇതുപോലെയുള്ള ഉടായിപ്പുകൾ അറിഞ്ഞിട്ടും സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിരിക്കുകയും ഇതേപോലെയുള്ള കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരോട് എനിക്കൊരു കാര്യമാണ് പറയാനുള്ളത്. അത് എനിക്ക് പറയാനുള്ളതല്ല, ബൈബിളിന് പറയാനുള്ളതാണ്. അത് ലേവ്യ പുസ്തകം 19:11 മോഷ്ടിക്കരുത്, ചതിക്കരുത്, ഒരുത്തനോടൊരുത്തൻ ബോഷ്ക്ക് പറയരുത്. ഒരുത്തനോടൊരുത്തൻ ബോഷ്ക്ക് പറയരുത്. ബോഷ്ക്ക് പറയുന്നവരെ ഒന്നും സ്വർഗത്തിൽ കയറ്റില്ല എന്നാണ് എൻ്റെ ഒരറിവ്. ഇനിയും യേശുക്രിസ്തുവിന് വേണ്ടി ഇങ്ങനെ ബോഷ്ക്ക് പറയുമ്പോൾ എന്തെങ്കിലും ലാറ്ററൽ എൻട്രി സിസ്റ്റം ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് കാണുന്ന യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളുള്ളത്. ഈ ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്നൊരു കാര്യമാണ് ഈ ട്രാൻസ്ലേഷണൽ മിസ്റ്റേക്ക്. അന്നേരം അവിടെ നിർത്തുക, പിടിച്ചു നിർത്തുക. പാസ്റ്ററെ 1 മിനിറ്റ് അവിടെ നിൽക്കുക. ഏതെങ്കിലും ChatGPTയോ ജെമിനിയോ എന്തെങ്കിലും ഒരു AI ടൂൾ എടുത്തിട്ട് അതിനകത്ത് കയറിയിട്ട് വാട്ട് ഈസ് ദ ലിറ്ററൽ മീനിങ് ഓഫ് ദിസ് എന്ന് ചോദിച്ചു നോക്കുക, അത് കാണിക്കുക. എന്നിട്ട് അവിടെ നിർത്തി തന്നെ ഉത്തരം പറയിച്ചതിന് ശേഷം മാത്രം ഇവരെ വിടുക. ഇവരുടെ ഉടായ്പകൾ ഇങ്ങനെ വെച്ച് നീട്ടിപ്പോകാൻ നിങ്ങൾ അനുവദിക്കരുത്. എനിവേ, ഇതേപോലുള്ള ഉടായ്പന്മാർ പല ട്രാൻസ്ലേഷണൽ മിസ്റ്റേക്കും പറഞ്ഞ് നമ്മളെ പറ്റിച്ചിട്ടുണ്ടായിരിക്കാം. അതിൽ നിങ്ങളെ പറ്റിച്ചിട്ടുള്ള ഏത് വേദഭാഗം ആണ് എന്ന് എഴുതി അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. തക്കടു നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.